25 വർഷത്തോളം നമ്മുടെ രൂപതയെ ദൈവം വളരെ ഭംഗിയായി വളർത്തി പിതാവിലൂടെ ഒരു അനേകം കാര്യങ്ങൾ ചെയ്തൊക്കെ കേട്ടതിൽ ഒത്തിരി സന്തോഷം. ഈ സമയത്തൊക്കെ എന്ത് കാര്യത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ഹൃദ്യമായ സന്തോഷമായ എന്തെങ്കിലും ദൈവപരിപാലനയുടെ അനുഭവങ്ങളൊക്കെ പിതാവിന് പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഏറെയുണ്ട്. അതാണ് മുഖ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ സ്വാഭാവികമാണല്ലോ. വ്യക്തി ജീവിതത്തിൽ എന്നതുപോലെ സമൂഹ ജീവിതത്തിൽ എന്നതുപോലെ ഈ രൂപത പ്രസ്ഥാനത്തിലും ആ രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഈ കടന്നുപോയ വർഷങ്ങളെല്ലാം പോന്നിട്ടുള്ളത്. ഏറ്റവും പ്രതിസന്ധിയായിട്ട് പ്രയാസമായിട്ട് ആദ്യം അനുഭവപ്പെട്ടത് എനിക്ക് തന്നെ ഉണ്ടായ ഒരു ഫിസിക്കൽ സിറ്റുവേഷനാണ്. എനിക്ക് 2001 സെപ്റ്റംബറിൽ തന്നെ മെത്രാഭിഷേകം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ഒരു ബിസിനസ് പ്രോബ്ലം എനിക്ക് അനുഭവപ്പെട്ടേക്കുണ്ടായി. പെട്ടെന്ന് തലകർക്കമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് വീണു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ബിസിനസ് പ്രോബ്ലം ഈ ബാലൻസിൻ്റെ പ്രശ്നമായിട്ടാണ് പിന്നീട് ഡോക്ടർമാർ അതേപ്പറ്റി മനസ്സിലാക്കി തന്നതും. വെർട്ടിഗോ അല്ല, വേറൊരു മീനിയസ് ഡിസീസ് എന്ന പേരിലാണ് അതിന് ഡോക്ടർമാർ പേര് പറഞ്ഞത്. പ്രത്യേക വാണിംഗ് ഒന്നും കൂടാതെ നിൽക്കുന്ന നിപ്പിൽ അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് എവിടെയാണോ നമ്മൾ അവിടെ വീണ് പോകും. അതായിരുന്നു അതിൻ്റെ പ്രത്യേകതയായിട്ടുണ്ടായിരുന്നു. അത് എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഇവിടെ അലോപ്പതി അതിൻ്റെ മാക്സിമം ചെയ്ത് മേയോ ക്ലിനിക്ക് വരെ പോയി പരിശോധന നടത്തിയിട്ടും അവരൊന്നും കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ല. ഒരു മരുന്ന് പോലും തന്നുമില്ല. മിനിമം പറഞ്ഞാലും മാസത്തിൽ ഒന്നെങ്കിലും എവിടെയെങ്കിലും വീഴുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും. സ്ഥലം പ്രത്യേകിച്ചില്ല. ഞാൻ പാർക്കിംഗ് ലോട്ടിൽ വീണിട്ടുണ്ട്, ഹോൾവേയിൽ വീണിട്ടുണ്ട്, ബെഡ്റൂമിൽ വീണിട്ടുണ്ട്, ചാപ്പലിൽ വീണിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് വീഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യം മാത്രം ഞാൻ നാട്ടിൽ വെച്ചാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന അവസരത്തിൽ, ആളുകൾ പങ്കുകൊള്ളുന്ന അവസരത്തിൽ പരസ്യമായിട്ട് മധുവായി തന്നെ വീഴാനിടയായി. അത് എല്ലാവരും കണ്ടവരൊക്കെ പേടിച്ചു പോയി. പക്ഷേ വീണ് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. വീണപ്പോഴും എനിക്ക് ബോധമായി. പിന്നെ അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ രീതിയിലുള്ള അസ്വസ്ഥത ആദ്യകാലത്ത് ഒരു 5 കൊല്ലത്തേക്ക് 2001, 2006 വരെയുള്ള കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അവസാനം 2006 ഒരു ഓപ്പറേഷൻ ചെയ്താണ് ചിക്കാഗോയിൽ തന്നെയാണ് ഒരു ന്യൂറോ സർജൻ്റെ ഒരു സർജറിക്ക് വിധേയമായി അത് നിർവഹിച്ചാണ് അതിൽ നിന്ന് വിമുക്തി നേടാനിടയായത്. അത് പിന്നെ ആ സമയം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. തമ്പുരാൻ സ്തുതി. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ആ അസ്വസ്ഥ മാറിക്കറ്റി. പക്ഷേ ആ അവസരത്തിലും തമ്പുരാൻ്റെ ഭാഗത്തുനിന്ന് കുറവൊന്നും വരുത്തിയിട്ടില്ല. രൂപതയുടെ ആരംഭമാണ്, എല്ലാം ഓടി നടന്ന് ചെയ്യേണ്ട അവസരമാണ്. ഓടാനും പോകാനും പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിൽ പോലും നടക്കേണ്ടതായ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിലൊക്കെ നടന്നു എന്നുള്ളത് ഇന്ന് സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ചും 3ാമത്തെ കൺവെൻഷൻ ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന അവസരത്തിലും 4ാമത്തെ കൺവെൻഷൻ ഡാലസിൽ വെച്ച് നടക്കുന്ന അവസരത്തിലൊക്കെ ഞാൻ ഈ അസ്വസ്ഥതകൾ കൂടിയാണ് അതിലൊക്കെ പങ്കെടുത്തതും അതിന് നേതൃത്വം നൽകിയതൊക്കെ. അവിടെയൊക്കെ പേടിച്ചാൽ നടക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എങ്കിലും തമ്പുരാൻ കൈപിടിച്ച് നടത്തി ആ കൺവെൻഷനൊക്കെ അതിൻ്റെതായ രീതിയിൽ ക്രമീകരിച്ച് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ അതിനനുബന്ധമായ രീതിയിൽ മറ്റ് സഭാ പ്രവർത്തനങ്ങളും രൂപതയുടെ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്, അനുഗ്രഹമാണ്. അതിന് തുടർന്നാണെങ്കിലും കുറേ നാളത്തേക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ വർഷങ്ങളിലേക്ക് പ്രസംഗം ഞാൻ ഇരുന്നുകൊണ്ട് പറയുമായിരുന്നു. ആ രീതിയിൽ ചെയ്ത് വേറെ മാർഗമില്ലായിരുന്നു. അത് പിന്നെ മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഒരു അത്ഭുതം തന്നെയാണ്. കുറവങ്ങാട്ട് പള്ളിയിൽ ഞാൻ 3 നോയമ്പിൻ്റെ ഒരു കുർബാനയ്ക്ക് പോയി പ്രസംഗിക്കുന്ന അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ നിന്നോണ്ട് പ്രസംഗം പറയുകയാണ്, അമ്മയെ കാത്തുകൊള്ളെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവരും അന്ന് നിന്നുകൊണ്ട് പ്രസംഗം പറഞ്ഞു, കുർബാനയും ചൊല്ലി നോവേനയും നടത്തി. അത് പിന്നെ ഏതായാലും ഇരിക്കേണ്ട അവസരം വന്നിട്ടില്ല പ്രസംഗത്തിന്. അതെല്ലാം അത് മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഏതായിരുന്നാലും അങ്ങനെയുള്ള അസ്വസ്ഥതകൾ കൂടിയൊക്കെ കടന്നു പോകുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ
പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മുടെ രൂപയെ എവിടുന്ന് സഹായം കിട്ടും. അന്നത്തെ ആർച്ചുബായിരുന്ന വർക്കി പിതാവും അതുപോലെ തന്നെ ഈ നമ്മുടെ സഭയുടെയും അന്നത്തെ ഔട്ട്സൈഡ് ഇന്ത്യ ചാർജ് ഉണ്ടായിരുന്ന ഗ്രിഗറി പിതാവും ഒക്കെ പറഞ്ഞു, പിതാവ് പുതിയ രൂപതയല്ലേ, ആദ്യത്തെ രൂപതയല്ലേ, റോമിന് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എഴുതിയാൽ അവരെന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് അവർ രണ്ടു പിതാക്കന്മാരും നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ റോമിലേക്ക് എഴുതി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എഴുതി നമ്മുടെ പുതിയ രൂപതയാണ്, സഹായത്തിന് ആവശ്യമുണ്ട്, ഇവിടെ സാമ്പത്തികമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയെങ്കിലും അന്നത്തെ കാർഡിനൽ പ്രീഫെക്റ്റ് മറുപടി തന്നു, നമ്മൾ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ സഹായം അങ്ങോട്ട് സ്വീകരിക്കുന്നല്ലാതെ ഇവിടെ അമേരിക്കയിലെ സഭയ്ക്ക് സഹായം ചെയ്യുന്ന പരിപാടി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഇല്ല എന്നുള്ള മറുപടി കിട്ടുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ വാദം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി. അവിടുന്ന് ഒരിക്കലും ഒരു പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ആകെ കൂടി ചെറിയ രീതിയിൽ സഹായം കിട്ടിയത് ഇവിടെ നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരോടും ഇതുപോലെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അവരൊരു 3 കൊല്ലത്തേക്ക് $25,000 വീതം ഗ്രാൻഡായിട്ട് തന്നു. അത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെയൊക്കെ ഇന്ത്യയിലൊക്കെ ഒത്തിരി സെമിനാരിക്കാരെയൊക്കെ സഹായിക്കുന്ന കാത്തലിക് ന്യൂറീസ് വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. അവർക്ക് വേണ്ടി ആരെങ്കിലും എന്നെ സഹായിക്കുന്നു. അവരും ഒരു 3 കൊല്ലത്തേക്ക് $25,000 വീതം തന്നു. അങ്ങനെ അതും ഒരു സഹായവും. അതാ 2-3 കൊല്ലത്തേക്ക് വീതം ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ അന്നത്തെ ആരംഭത്തിൽ അത് വളരെ അനുഗ്രഹമായിരുന്നു. മറ്റ് സോഴ്സസ് ഒന്നും നമുക്കില്ല. പിന്നെയുള്ളത് മുഴുവൻ ഇടവക്കാരെ തന്നെ കിട്ടണം. പള്ളി പണിയാനാണെങ്കിലും മറ്റ് രൂപതയുടെ ആവശ്യങ്ങൾക്കെല്ലാം ജനങ്ങളാണ് അതിനുള്ള സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരത് ധാരാളത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രൂപതയുടെ ഇതുവരെയുള്ള വളർച്ചയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ ആളുകളുടെ നല്ല സഹകരണം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടുമാണ്. ഏറെ ആളുകളുടെ പ്രാർത്ഥന, അതിലേറെ ആളുടെ കഠിനാധ്വാനം, അതുപോലെ അവരുടെ സാമ്പത്തികമായ ഉദാരമായ സഹകരണം, ഇതൊക്കെ എന്തുമാത്രം തന്നെ പറഞ്ഞാലും അധികമായി പോവുകയില്ല. പ്രത്യേകിച്ചും കത്തീഡ്രൽ പള്ളിയിലെ പണി അതൊരു വെല്ലുവിളിയായിരുന്നു, അന്നൊരു ആവശ്യമായിരുന്നു. ഏതായാലും അന്നത്തെ ആരംഭിച്ച് 2006 തുടങ്ങി 2008 അത് പൂർത്തിയാക്കി. അതും പിന്നെ ബാക്കി വിനീത പിതാവ് വന്നാണ് അത്ര പള്ളിയുടെ കൂതാശക്രമം നിർവഹിച്ചത്. അത് സന്തോഷത്തിൻ്റെ ഒരു അവസരമായ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു വലിയ അനുഭവമാണ്. അങ്ങനെ ഒരു പള്ളി പണിയാൻ സാധിച്ചു, പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് പിന്നീട് എനിക്ക് തന്നെ ഒരു സഹായം എത്രാന് ലഭിച്ചു എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. കാരണം തന്നെ ഓടി നടന്ന് ഒരു വൈകി അമേരിക്കയിലായിട്ടും കാനഡയിലായിട്ടും ഒക്കെ യാത്ര ചെയ്ത് അതിൻ്റേതായ തിരക്കിനും ഒറ്റപ്പാടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു സഹായമിത്രനെ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ആലപ്പാട്ട പിതാവിനെ വരിച്ച പിതാവ് നിയമിച്ചു. അങ്ങനെ പിതാവ് എന്നോടൊപ്പം പ്രവർത്തിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിച്ചു പോരുകയും ചെയ്തു. അങ്ങനെയാണ് റിട്ടയർമെൻറ്റ് വരെ പോന്നിട്ടുള്ളത്. പിന്നെ പിതാവ് തന്നെ എൻ്റെ പിൻഗാമിയായിട്ട് ചാർജ് എടുത്തുകൊണ്ട് അതും കൂടുതൽ സന്തോഷത്തിന് അവസരമായി എന്നുള്ളതും ഓർക്കുകയാണ്. പിന്നെ രൂപതയുടെ പള്ളിയൊക്കെ വാങ്ങിക്കുന്ന അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ബോസ്റ്റണിലെ പള്ളി വാങ്ങിക്കുന്ന ആ അവസരത്തിൽ അമേരിക്കൻ ചർച്ചിൻ്റെ ഒരു റെപ്രസെൻ്റ് എന്ന രീതിയിൽ അവിടുത്തെ കർദിനാളായിരുന്ന കർദിനാൾ ഷീൻ, അദ്ദേഹം വളരെ ഉദാരതയോടുകൂടി നമ്മെ സഹായിച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. അല്ലാതെ ഒരു പള്ളി അവരുടെ ഒരു പള്ളിയായിരുന്നു, അത് അടഞ്ഞു പോയി, അത് വിൽപ്പനയ്ക്ക് വന്നു. ആ രീതിയിൽ നമ്മൾ വാങ്ങിക്കാൻ തയ്യാറായി. അപ്പോഴതിന് $2 million വിലയിട്ടത്. പക്ഷെ ആ പഴയ ഒരു 120 ഫാമിലി അവിടെ ഉള്ളൂ. അവർക്ക് അത് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് ഞാൻ കർദിനാളോട് നേരിട്ട് പറഞ്ഞു, സംസാരിച്ചു. പക്ഷേ വിലയൊന്നും കുറയ്ക്കാറിൻ്റെ ഭാവമൊന്നും അന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏതായാലും അത് കഴിഞ്ഞ് ഞാൻ ചിക്കാഗോയിൽ വന്ന് ഞാൻ കർദിനാളിനെ പ്രത്യേകമായിട്ട് എഴുതി, ഈ പള്ളി നമുക്ക് കിട്ടിയാൽ കൊള്ളാൻ താല്പര്യമുണ്ട്, ആവശ്യമാണ്, കമ്മ്യൂണിറ്റി ചെറുതാണ്, സാമ്പത്തികം ഇല്ല, അതുകൊണ്ട് കർദിനാളിൻ്റെ നല്ല മനസ്സിന് മാത്രം ആശ്രയിച്ച കാര്യം പിതാവ് ഒന്ന് കനിവോടെ പരിഗണിച്ച് ഞങ്ങളെ സഹായിക്കണമെന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് എഴുതി. ഏതായാലും 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് ഫോൺ വിളിച്ചു. അദ്ദേഹം സംസാരിച്ച്, "Bishop Jacob, I have good news for you. Yes, your Eminence, I am pleased to listen to that." And then of course he told that, "Anyway, we are not going to reduce the price." Then I thought, what is the good news? Anyway,
As a next step, he told, anyway, Bishop Jacob, you take 40 years of time for the payment. I never expected that kind of promise. And then in the next sentence, he repeated, it is without interest. That's added great blessing. So I told him, Your Eminence, no more argument, no more discussion, I accept it. So ആ ഒരു പള്ളി അങ്ങനെ നമുക്ക് ഈ 40 കൊല്ലത്തെ കാലാവധിയിൽ തരാനിടയായി, അതും പലിശ കൂടാതെ. അത് എത്രയോ ഉദാരതയോടുകൂടിയ ഒരു സമ്മാനമാണ് എന്ന് ഞാൻ ഇപ്പോഴും നന്നോട് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഡിട്രോയിറ്റിൽ പള്ളി വാങ്ങിക്കുന്ന അവസരം, അതും അവിടെ ഒരു അടഞ്ഞുപോയ പള്ളിയായിരുന്നു അവരുടെ. അത് നമുക്ക് തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. ഒരു 6 ഏക്കർ സ്ഥലം ഒന്നിച്ചിറങ്ങുന്ന ഒരു പ്ലോട്ടാണത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അത് 500,000 തന്നേക്കാവുന്ന പറഞ്ഞു. അതിനെന്തെങ്കിലും കൂടുതൽ വില അന്ന് കിട്ടും, പക്ഷേ അത് നമുക്ക് ആ രീതിയിൽ ഓഫർ ചെയ്തു. അതും അതിൻ്റെ കൂടെ തന്നെ അന്നത്തെ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, You need to pay now. Take 5 years of time. അപ്പം ആ 5 വർഷത്തേക്ക് ഒരു പൈസയും കൊടുക്കേണ്ട പള്ളി നമുക്ക് ഉപയോഗിക്കാം, പൂർണ്ണ അധികാരത്തോടുകൂടി നമുക്ക് വിട്ടു തന്നു. അപ്പോൾ അങ്ങനെ അത് ആ പള്ളി വാങ്ങിക്കാനും ഇടയായി. ഇതൊക്കെ ഇതുപോലെ മറ്റ് പദങ്ങളിലും മറ്റ് പിതാക്കന്മാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അനുഗ്രഹങ്ങളുടെ വലിയൊരു നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിനെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഈ ജൂലൈ വർഷത്തിൽ നന്ദി പറയുകയാണ്. തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ എല്ലാവരുടെയും സൗഹൃദത്തോടു കൂടി കൂടുതൽ പ്രേക്ഷിത മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.